പ്രിയ വിദ്യാർത്ഥികളെ, വരുന്ന SSLC ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടി ഫോക്കസ് ഏരിയ ലെസൺസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന അധ്യായത്തെ അടിസ്ഥാനമാക്കിയുള്ള വിവിധ തരത്തിലുള്ള ഡിസ്കോഴ്സുകളാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള ഡിസ്കോഴ്സുകൾ വിശദീകരിക്കും. വിദ്യാർത്ഥികൾ ഓരോ തരം ഡിസ്കോഴ്സിൻ്റെയും പ്രത്യേകതകളും അവയുടെ ഫോർമാറ്റും ശ്രദ്ധാപൂർവം മനസ്സിലാക്കുക. ഇവയെല്ലാം തന്നെ മോഡലാക്കി സ്വന്തമായി ഡിസ്കോഴ്സുകൾ എഴുതി പരിശീലിക്കുക. ആദ്യം ഇൻഫോർമൽ ലെറ്റർ. Martha has secured an A grade in her 8th class too. Now she is looking forward to winning the scholarship jacket. She decides to share her dream with her friend through a letter. Write the likely letter. മാർത്ത 8th ഗ്രേഡിലാണ്. ഇവിടെയും അവൾക്ക് സ്ഥിരമായി അവൾ നിലനിർത്തിപ്പോന്ന A ഗ്രേഡ് ഉണ്ട്. ഇനി സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടുക എന്നുള്ള അവളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. അവളുടെ ആഹ്ലാദം സുഹൃത്തുമായി ഒരു എഴുത്തിലൂടെ പങ്കുവെക്കുന്നു. അത്തരത്തിലുള്ള ഒരു എഴുത്ത് തയ്യാറാക്കുക. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഒരാൾ തൻ്റെ സുഹൃത്തിന് എഴുതുന്ന ഒരു ഫ്രണ്ട്ലി ലെറ്റർ അഥവാ ഇൻഫോർമൽ ലെറ്ററാണ് തയ്യാറാക്കേണ്ടത്. ഒരു ഇൻഫോർമൽ ലെറ്ററിൻ്റെ പ്രത്യേകതകൾ: എഴുതുന്ന പേജിന് മുകൾ വശത്ത് ലെഫ്റ്റ് സൈഡ് മാർജിന് സമാനമായിക്കൊണ്ട് ആദ്യം എഴുതുന്ന ആളുടെ അഡ്രസ് എഴുതുക. ഇവിടെ ഓസ്റ്റിൻ അവന്യൂ, ടെക്സാസ്, USA എന്ന രൂപത്തിൽ ഒരു അഡ്രസ് നൽകിയിരിക്കുന്നു. റൈറ്റേഴ്സ് അഡ്രസ് കഴിഞ്ഞാൽ ഡേറ്റ് 6th April 2022. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ തന്നെ നമ്മുടെ ഇൻറ്റിമസി, അടുപ്പം ഒക്കെ കാണിക്കുന്ന തരത്തിലുള്ള അനുയോജ്യമായ സല്യൂട്ടേഷൻ ഫ്രേസ് മൈ ഡിയർ റോസ്ലിൻ എന്ന രൂപത്തിൽ ചേർത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് ബോഡി ഓഫ് ദ ലെറ്റർ. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം. റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. സുഖാന്വേഷണങ്ങൾ, ക്ഷേമാന്വേഷണങ്ങൾ ഒക്കെ നമുക്ക് ഉൾപ്പെടുത്താം. ഹൗ ആർ യു ഡിയർ? ഹോപ്പ് യു ആർ ഫൈൻ വിത്ത് യുവർ ഫാമിലി. ഐ ആം ഡൂയിങ് വെൽ ഹിയർ വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്ന രൂപത്തിലൊക്കെ നമുക്ക് തുടങ്ങാം. എന്നിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വിശദീകരിച്ച് പറയാം. ബോഡി ഓഫ് ദ ലെറ്റർ കഴിഞ്ഞാൽ നമുക്ക് കൺക്ലൂഡിങ് ഫ്രേസാണ്. നാം സല്യൂട്ടേഷൻ ഫ്രേസ് ഉപയോഗിച്ച പോലെ തന്നെ കൺക്ലൂഡിങ് ഫ്രേസും നമ്മുടെ സ്നേഹവും നമ്മുടെ അടുപ്പവും പ്രകടമാക്കുന്ന രൂപത്തിൽ യുവേഴ്സ് ലവിംഗ്ലി, വിത്ത് ലവ്, യുവേഴ്സ് അഫെക്ഷനേറ്റ്ലി തുടങ്ങിയ ഫ്രേസുകൾ ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് സിഗ്നേച്ചർ, ഏറ്റവും അവസാനമാണ് റൈറ്റേഴ്സ് നെയിം ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ്, ഫോർമൽ ലെറ്റർ. The Texas school management decides to change the policy regarding the scholarship jacket. The principal feels unhappy about this change. He expresses his resentment in a letter to the management. Write the likely letter. ഇവിടെ ഒരു ഫോർമൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ ലെറ്ററാണ് തയ്യാറാക്കുന്നത്. സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ പുതിയ പോളിസി, അതിന് പണം ഈടാക്കണമെന്ന മാനേജ്മെൻറ്റിൻ്റെ പുതിയ തീരുമാനം പ്രിൻസിപ്പൽക്ക് അതൃപ്തി ഉണ്ടാക്കുന്നു. അദ്ദേഹം തൻ്റെ വിയോജിപ്പ് മാനേജ്മെൻറ്റിനെ ഒരു എഴുത്തിലൂടെ അറിയിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ലെറ്ററാണ് തയ്യാറാക്കുന്നത്. വിദ്യാർത്ഥികൾ ഒരു ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് അറിഞ്ഞിരിക്കണം. എഴുതുന്ന പേജിന് മുകൾ വശത്ത് ലെഫ്റ്റ് സൈഡിൽ മാർജിന് സമാനമായിട്ടാണ് സെൻറ്റൻസുകളെ ക്രമീകരിക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും ലെഫ്റ്റ് സൈഡ് മാർജിന് സമാനമായിട്ട് ചേർത്തെഴുതുക. ആദ്യം റൈറ്റേഴ്സ് അഡ്രസ് വിത്തൗട്ട് നെയിം, അതിൽ പേര് ഉൾപ്പെടുത്തേണ്ടതില്ല, എഴുതുന്ന ആളുടെ അഡ്രസ് മാത്രം. കഴിഞ്ഞ് ഡേറ്റ്. ദ പ്രിൻസിപ്പൽ, ടെക്സാസ് സ്കൂൾ, ടെക്സാസ് എന്ന റൈറ്റേഴ്സ് അഡ്രസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ശേഷം 6th April 2022 എന്ന ഡേറ്റ്. അത് കഴിഞ്ഞ് ആർക്കാണോ എഴുത്ത് ലഭിക്കേണ്ടത് ആ റിസീവേഴ്സ് അഡ്രസ്, ദ മാനേജർ, ടെക്സാസ് സ്കൂൾ, ടെക്സാസ്. അത് കഴിഞ്ഞ് ഒഫീഷ്യലായിട്ടുള്ള സല്യൂട്ടേഷൻ ഫ്രേസ് ഡിയർ സർ. അത് കഴിഞ്ഞ് സബ്ജക്റ്റ്, ഏത് വിഷയത്തെക്കുറിച്ചാണ് എഴുത്ത് എന്ന് സൂചിപ്പിക്കുന്ന സബ്ജക്റ്റ് ക്യാപ്ഷൻ. പോളിസി ചേഞ്ച് റിഗാർഡിംഗ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. അത് കഴിഞ്ഞ് വളരെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പ്രതിപാദിക്കുന്ന
വളരെ ഫോമലായിട്ടുള്ള ചുരുങ്ങിയ സെൻറ്റൻസുകളിൽ ബോഡി ഓഫ് ദ ലെറ്റർ. ബോഡി ഓഫ് ദ ലെറ്റർ കഴിഞ്ഞ് കൺക്ലൂഡിംഗ് ഫ്രേസ്. ഒരു ഒഫീഷ്യൽ ലെറ്ററിൽ അഥവാ ഒരു ഫോമൽ ലെറ്ററിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കൺക്ലൂഡിംഗ് ഫ്രേസാണ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നുള്ളത്. അത് കഴിഞ്ഞ് സിഗ്നേച്ചർ, ഏറ്റവും അവസാനം നെയിം ഓഫ് ദ റൈറ്റർ. ഈ രൂപത്തിലാണ് ഒരു ഫോമൽ അഥവാ ഒഫീഷ്യൽ ലെറ്റർ തയ്യാറാക്കേണ്ടത്. നെക്സ്റ്റ്, തോട്ട്സ് ഓഫ് മാർത്ത. മാർത്തയുടെ ചിന്തകൾ. Martha was extremely disappointed when the principal asked money for the scholarship jacket and her grandpa refused to pay. സ്കോളർഷിപ്പ് ജാക്കറ്റിന് പ്രിൻസിപ്പൽ പണം ആവശ്യപ്പെടുകയും ഗ്രാൻഡ്പ ആ പണം നൽകാൻ വിസമ്മതിക്കുകയും ചെയ്തപ്പോൾ മാർത്ത വളരെയധികം ഡിസപ്പോയിൻറ്റഡായി, നിരാശയിലായി. The thoughts of losing the jacket disturbed her very much. സ്കോളർഷിപ്പ് ജാക്കറ്റ് നഷ്ടപ്പെടുമെന്നുള്ള ചിന്ത അവളെ വല്ലാതെ അസ്വസ്ഥയാക്കി. റൈറ്റ് എ പാരഗ്രാഫ് എബൌട്ട് ദ ലൈക്ലി തോട്ട്സ്. മാർത്തയുടെ ചിന്തകളെക്കുറിച്ച്, അവളുടെ മനസ്സിലൂടെ കടന്നു പോകാൻ സാധ്യതയുള്ള ചിന്തകളെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതുക. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും ഒരു കഥാപാത്രത്തിൻ്റെ ചിന്തകളെക്കുറിച്ച് എഴുതാൻ ആവശ്യപ്പെടുമ്പോൾ അത് ആ കഥാപാത്രത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെയായിരിക്കണം എഴുതേണ്ടത്. അതായത് ഫസ്റ്റ് പേഴ്സൺ നറേഷൻ, ഐ, മൈ, മീ തുടങ്ങിയ പ്രോനൗണുകളായിരിക്കും ഉപയോഗിക്കേണ്ടത്. ഇത് തന്നെയാണ് ഡയറി കുറിപ്പിലും ചെയ്യുന്നത്. ഒരു ഡയറി എൻട്രിയിൽ നാം എഴുതുന്ന അതേ ചിന്തകളെ പോലെ തന്നെയായിരിക്കും ഒരു തോട്ട്സ് ഓഫ് ക്യാരക്ടർ, ഒരു കഥാപാത്രത്തിൻ്റെ ചിന്തകളെ ഒരു പാരഗ്രാഫിലേക്ക് എഴുതുമ്പോഴും. ഡയറിയിൽ നാം ഡേയും ഡേറ്റും ഉപയോഗിക്കും. എന്നാൽ ഇത്തരം പാരഗ്രാഫുകളിൽ അതിൻ്റെ ആവശ്യമില്ല. ആ ഒരു വ്യത്യാസമാണ് പ്രധാനമായിട്ടുള്ളത്. ഈ പാരഗ്രാഫ് വിദ്യാർത്ഥികൾ വായിച്ചു നോക്കുക. നമുക്കതിൻ്റെ ഓപ്പണിംഗ് പാസേജ് ഒന്ന് വായിക്കാം. ഓ ഗോഡ്, ഈസ് മൈ 8 years of hard work going to be waste? Will I have to give up my long cherished dreams? Will I not get the scholarship jacket that was my only hope and the fulfillment of my hard work? ഇങ്ങനെയുള്ള ചില ചിന്തകളാണ് മനസ്സിലൂടെ കടന്നു വരുന്നത്. ഈ രൂപത്തിൽ ഓരോ കഥാപാത്രത്തിൻ്റെയും ചിന്തകളെ പാരഗ്രാഫ് രൂപത്തിലേക്ക് എഴുതി പരിശീലിക്കുക. വിദ്യാർത്ഥികൾ ഈ പാസേജ് വായിക്കുക, മനസ്സിലാക്കുക. നെക്സ്റ്റ്, കോൺവെർസേഷൻ. When the principal told Martha to pay $15 for the jacket, she became very disappointed. She wanted to explain everything to her grandpa, and they engaged in a conversation. Prepare the likely conversation. പ്രിൻസിപ്പൽ സ്കോളർഷിപ്പ് ജാക്കറ്റിന് വേണ്ടി $15 ആവശ്യപ്പെട്ടപ്പോൾ മാർത്ത വളരെയധികം നിരാശയായി. അവൾ എല്ലാ കാര്യങ്ങളും ഗ്രാൻഡ്പയോട് വിശദീകരിച്ചു. അങ്ങനെ അവർക്കിടയിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടായി. ആ സംഭാഷണം ഏത് തരത്തിലായിരിക്കും, അത്തരത്തിലുള്ള ഒരു കോൺവെർസേഷൻ എഴുതി തയ്യാറാക്കുക. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, ക്വസ്റ്റ്യനിൽ ഒരു കോണ്ടെക്സ്റ്റ് നൽകിയിരിക്കും, ഒരു സന്ദർഭം. ആ സന്ദർഭത്തിന് യോജിക്കുന്ന രൂപത്തിൽ നല്ല തുടക്കത്തോടു കൂടി ആവശ്യപ്പെടുന്ന സന്ദർഭം വിശദമാകുന്ന രൂപത്തിലും നല്ല ഒരു എൻഡിങ്ങോട് കൂടിയുമായിരിക്കണം കോൺവെർസേഷൻ തയ്യാറാക്കേണ്ടത്. കോൺവെർസേഷൻ വളരെ ലെങ്തി ആകരുത്, വളരെ ഷോർട്ടുമാകരുത്. 5, 6, 7 ഇങ്ങനെയുള്ള എക്സ്ചേഞ്ചുകളാണ് ഏറ്റവും അഭികാമ്യം. ഒരു എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു കഥാപാത്രം ഒരു കാര്യം പറയുന്നു, മറ്റ് കഥാപാത്രം അതിനോട് പ്രതികരിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരുമുള്ള ഒരു ഡയലോഗ്, ഒരു കാര്യം പറയുന്നു, അതിനോട് പ്രതികരിക്കുന്നു. ഇതാണ് എക്സ്ചേഞ്ച്. ഇങ്ങനെയുള്ള 5, 6, 7, 8 വരെയൊക്കെയുള്ള കോൺവെർസേഷനുകളാണ് ഏറ്റവും അഭികാമ്യം. വളരെ ചുരുങ്ങിയ രൂപത്തിലോ വളരെ ലെങ്തിയായോ എഴുതരുത്. ഇവിടെ നൽകിയിരിക്കുന്ന ഈ മോഡൽ കോൺവെർസേഷൻ വിദ്യാർത്ഥികൾ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ്, ക്യാരക്ടർ സ്കെച്ച്. ഈ അധ്യായത്തിൽ നിന്ന് പ്രധാനമായും 2 കഥാപാത്രങ്ങളുടെ സ്കെച്ചുകളാണ് ചോദിക്കാൻ സാധ്യത. ഒന്ന് സെൻട്രൽ ക്യാരക്ടർ മാർത്ത, മറ്റൊന്ന് മാർത്തയുടെ ഗ്രാൻഡ്പ. ഇവിടെ 2 ക്യാരക്ടർ സ്കെച്ചസും നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അത് വായിച്ച് മനസ്സിലാക്കുക.
Next, narrative. Narrate the events that led to Martha's winning the scholarship jacket. മാർത്ത സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടുന്ന ആ രീതിയിലേക്ക്, മാർത്തക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് ലഭിക്കുന്നതിലേക്ക് നയിച്ച കാര്യങ്ങളെക്കുറിച്ച് ഒരു നറേറ്റീവ് തയ്യാറാക്കുക. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ വായിച്ച് കോണ്ടെക്സ്റ്റ് ശരിയാംവിധം മനസ്സിലാക്കിയാണ് നറേറ്റീവ് തയ്യാറാക്കേണ്ടത്. നറേറ്റീവിന് വിഷയവുമായി ബന്ധപ്പെടുന്ന ഒരു ടൈറ്റിൽ നൽകണം. മിക്കപ്പോഴും ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് എന്നോ തേർഡ് പേഴ്സൺ നറേറ്റീവ് എന്നോ വ്യക്തമായി ചോദിക്കാറുണ്ട്. ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് പറയുന്ന ആളുടെ കാഴ്ചപ്പാടിൽ നിന്നുള്ളതായിരിക്കും. അനുഭവസ്ഥൻ നറേറ്റ് ചെയ്യുന്ന കഥ പറയുന്ന ആൾ തന്നെ ആയിരിക്കും. ഐ, മൈ, മീ തുടങ്ങിയ ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗണുകളായിരിക്കും അപ്പോൾ ഉപയോഗിക്കുന്നത്. എന്നാൽ തേർഡ് പേഴ്സൺ നറേറ്റീവ് എന്ന് ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ അനുഭവസ്ഥൻ കഥ പറയുന്ന ആളായിരിക്കില്ല, മറ്റൊരാളുടെ കഥയായിരിക്കും പറയുന്നത്. പറയുന്ന ആൾ ആ കഥ പറച്ചിലുകാരൻ മാത്രമാണ്. അനുഭവസ്ഥൻ മറ്റാരെങ്കിലും ആയിരിക്കും. അപ്പോൾ തേർഡ് പേഴ്സൺ പ്രൊനൗണുകളായ ഹി അല്ലെങ്കിൽ ഷീ, ദെൻ ഹിസ്, ഹിം, ഹെർ, ദേ, ദെയർ തുടങ്ങിയ തേർഡ് പേഴ്സൺ പ്രൊനൗണുകളായിരിക്കും ഉപയോഗിക്കേണ്ടി വരുന്നത്. മറ്റൊരാളുടെ കഥ നമ്മൾ പറയുന്നു. അയാൾ അല്ലെങ്കിൽ അവൾ അങ്ങനെയായിരുന്നു, അങ്ങനെ ചെയ്തു, അത് സംഭവിച്ചു അവർക്ക് എന്ന രൂപത്തിലാണ് തേർഡ് പേഴ്സൺ നറേറ്റീവ് തയ്യാറാക്കേണ്ടത്. ഇവിടെ 2 നറേറ്റീവ് ചോദിക്കുന്നുണ്ട്. രണ്ടാമത്തെ നറേറ്റീവ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഈസ് എ സ്റ്റോറി നറേറ്റഡ് ഇൻ ദ ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന കഥ ഒരു ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവാണ്. അതായത് മാർത്ത സ്വന്തം അനുഭവങ്ങളെ അവളുടെ കാഴ്ചപ്പാടിൽ ഐ, മീ, മൈ തുടങ്ങിയ ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗണുകൾ ഉപയോഗിച്ചുകൊണ്ട് പറയുന്ന കഥ. ഇമാജിൻ ദാറ്റ് യു ആർ നറേറ്റിംഗ് ദ സ്റ്റോറി ഓഫ് മാർത്ത ടു യുവർ ഫ്രണ്ട്. എന്നാൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മാർത്തയുടെ കഥ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു എന്ന പോലെ. നിങ്ങളല്ല കഥയിലെ കഥാപാത്രം, അനുഭവിക്കുന്ന ആള് നിങ്ങളല്ല. നിങ്ങൾ ആ കഥ പറയുന്നു, മാർത്തയുടെ കഥ ഫ്രം ദ തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ. ഒരു തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിലൂടെയാണ് കഥ പറയേണ്ടത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് മാർത്തയുടെ കഥ, ഷീ, ഹെർ എന്ന രൂപത്തിലുള്ള പ്രൊനൗണുകൾ ഉപയോഗിച്ച് കഥ മാറ്റി പറയുക. നറേറ്റീവിന് അനുയോജ്യമായ ടൈറ്റിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ നൽകിയിരിക്കുന്നതൊക്കെ പോലെ അവാർഡ്സ് ആർ റെക്കഗ്നിഷൻ ഓഫ് മെറിറ്റ് എന്ന ഒരു ടൈറ്റിൽ കൊടുത്തുകൊണ്ട് മാർത്തയുടെ കഥ വിശദീകരിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികൾ ഈ 2 നറേറ്റീവും വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ്, ന്യൂസ് റിപ്പോർട്ട്. ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ന്യൂസ് റിപ്പോർട്ടിൽ പ്രധാനമായും 5 ഘടകങ്ങൾ അടങ്ങിയിരിക്കും. ഒന്ന് ഹെഡ്ലൈൻ, മറ്റൊന്ന് ബൈലൈൻ, ഡേറ്റും സ്റ്റാഫ് റിപ്പോർട്ടറെ കുറിച്ചും പറയുന്ന ആ ഭാഗം. 3 പ്ലേസ് ലൈൻ, ഏത് സ്ഥലത്ത് നിന്ന് ന്യൂസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്ന് കാണിക്കുന്ന ആ സ്ഥലത്തിൻ്റെ പേര്. സ്ഥലത്തിൻ്റെ പേരിനോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ ലീഡ് പാസേജ്, പ്രധാന വാർത്തകൾ പറയുന്ന പാസേജ്, അത് പ്ലേസ് ലൈൻ കഴിഞ്ഞ് അഥവാ സ്ഥലത്തിൻ്റെ പേര് കഴിഞ്ഞ് ഉടനെ അതിനോട് ചേർത്താണ് എഴുതുന്നത്. ലീഡ് പാസേജ് കഴിഞ്ഞ് 5-മതായി ന്യൂസ് ഇൻ ഡീറ്റെയിൽ, വാർത്തകൾ വിശദമായി പ്രതിപാദിക്കുന്ന പാസേജുകൾ, ബോഡി ഓഫ് ദ ന്യൂസ് റിപ്പോർട്ട്. ഇങ്ങനെ 5 ഘടകങ്ങൾ ഒരു ന്യൂസ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നൽകിയിരിക്കുന്നത് വായിക്കാം. ഇമാജിൻ ദാറ്റ് മാർത്താസ് winning the scholarship jacket has become an incident with some news value. മാർത്ത സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടിയത് വാർത്താപ്രാധാന്യം ലഭിച്ച ഒരു സംഭവമായി മാറി. കാരണം മാനേജ്മെൻറ്റ് പോളിസി ചേഞ്ച് ചെയ്യുന്നു, പിന്നീട് അത് തിരുത്തുന്നു, അങ്ങനെയൊക്കെ സംഭവങ്ങൾ കൊണ്ട് അതിനൊരു ന്യൂസ് വാല്യൂ കൈവന്നു. പ്രിപ്പയർ എ ലൈക്ലി ന്യൂസ് റിപ്പോർട്ട്, അത്തരത്തിൽ പ്രതിപാദിക്കുന്ന ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുക. നൽകിയിരിക്കുന്ന ഹെഡ്ലൈൻ ശ്രദ്ധിക്കുക. മാർത്ത വിൻസ് സ്കോളർഷിപ്പ് ജാക്കറ്റ്.
ഒരു ന്യൂസ് ഹെഡ്ലൈൻ എഴുതുമ്പോൾ അത് വളരെ ക്യാച്ചി ആയിരിക്കണം, ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന വളരെ ഒതുങ്ങിയ ഒരു ഹെഡ്ലൈൻ ആയിരിക്കണം. അനാവശ്യമായ വിശദീകരണങ്ങളോ ആവശ്യമില്ലാത്ത വേർഡ്സോ ഉൾപ്പെടുത്തരുത്. പ്രധാനമായും എ ആൻഡ് ദ തുടങ്ങിയ ആർട്ടിക്കിൾസ് ന്യൂസ് ഹെഡ്ലൈനിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. ഫുൾ സ്റ്റോപ്പ് നൽകരുത്. കഴിഞ്ഞ പാസ്റ്റ് ഇവൻറ്റുകളെ കാണിക്കാനും പ്രസൻറ്റ് ടെൻസ് വേർബുകൾ തന്നെയാണ് ഉപയോഗിക്കുക. മാർത്ത വിൻസ് എന്നെഴുതിയത് ശ്രദ്ധിക്കുക. ആക്ച്വലി മാർത്ത വൺ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. സ്കോളർഷിപ്പ് ജാക്കറ്റ് മാർത്ത നേടിയിട്ടുണ്ട്, പാസ്റ്റാണ്. എന്നിരുന്നാലും വിൻസ് എന്ന പ്രസൻറ്റ് രൂപത്തിലാണ് ഹെഡ്ലൈൻ നൽകുന്നത്. ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നൊക്കെ എഴുതാം, പക്ഷേ ആ ദ ഹെഡ്ലൈനിൽ ഉൾപ്പെടുത്തേണ്ടതില്ല, അതൊക്കെ ഒഴിവാക്കിയിരിക്കുന്നു. ഈ രൂപത്തിൽ വളരെ ഒതുങ്ങിയ ക്യാച്ചിയായ രൂപത്തിലാണ് ഹെഡ്ലൈൻ നിർമ്മിക്കേണ്ടത്. അത് കഴിഞ്ഞ് 6th April 2022 സ്റ്റാഫ് റിപ്പോർട്ടർ എന്നുള്ള ബൈലൈൻ ഹെഡ്ലൈനിൻ്റെ തൊട്ട് താഴെ തന്നെ നൽകിയിരിക്കുന്നു, രണ്ടാമത്തെ ഘടകം. ദെൻ ടെക്സാസ് എന്ന പ്രദേശത്ത് നിന്നാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്, അതാണ് പ്ലേസ് ലൈൻ. പ്ലേസ് കഴിഞ്ഞ് ലീഡ്, മെയിൻ ന്യൂസ് ഐറ്റംസ്, പ്രധാന വാർത്തകൾ നൽകുന്നു. Martha, a 14-year-old Mexican girl and the 8th grade student of Texas School, has won the scholarship jacket of the Texas School this year. ഇതാണ് ലീഡ്. ഈ ലീഡ് പാസേജിൽ തന്നെ വാർത്തയുമായി പ്രധാനപ്പെട്ട എല്ലാ പ്രധാന ഘടകങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. എന്താണ് സംഭവം, ആരാണ് അവാർഡ് നേടിയത്, എന്താണ് അവാർഡ്, ആരാണ് അവാർഡ് നൽകുന്നത്, ഇതൊക്കെ അതിൽ പറയുന്നു. ടെക്സാസ് സ്കൂൾ നൽകുന്ന അവാർഡാണ് അത്. മാർത്ത എന്ന 14-കാരിയാണ് നേടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ തന്നെ വിശദീകരിച്ചിരിക്കുന്നു. ഇനി അഞ്ചാമതായിട്ട് ബോഡി ഓഫ് ദ ന്യൂസ് റിപ്പോർട്ട് അഥവാ ന്യൂസ് ഇൻ ഡീറ്റെയിൽ, മറ്റ് പ്രധാന വാർത്തകൾ കഴിഞ്ഞ് വിശദമായ വാർത്തകൾ വിശദീകരിക്കുന്ന പാസേജുകൾ. ഈ രൂപത്തിലാണ് ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതേണ്ടത്. വിദ്യാർത്ഥികൾ ഈ ന്യൂസ് റിപ്പോർട്ട് ശ്രദ്ധാപൂർവം വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ്, ഡയറി എൻട്രി. ഡയറി എൻട്രി തയ്യാറാക്കാനുള്ള ക്വസ്റ്റ്യൻസ് വിദ്യാർത്ഥികൾ ശ്രദ്ധാപൂർവം വായിച്ച് ഏത് കോണ്ടെക്സ്റ്റിൽ ഏത് കഥാപാത്രത്തിൻ്റെ ഏത് തരത്തിൽപ്പെട്ട ഫീലിങ്സാണ് ഡയറി കുറിപ്പിലൂടെ പ്രകടമാകേണ്ടത് എന്ന് ശരിയാം വിധം മനസ്സിലാക്കി അതിനനുസൃതമായ വേർഡ്സും എക്സ്പ്രഷൻസും സെൻറ്റൻസുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഡയറി തയ്യാറാക്കേണ്ടത്. ചിലപ്പോൾ ദുഃഖമായിരിക്കാം, അതല്ലെങ്കിൽ ആശ്ചര്യമായിരിക്കാം, സന്തോഷമായിരിക്കാം. അതിനനുസൃതമായ വാക്കുകളും പ്രയോഗങ്ങളും ഡയറി കുറിപ്പിൽ ഉൾപ്പെടുത്തുക. എഴുതുന്ന പേജിന് മുകൾ വശത്ത് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഏതെങ്കിലും ഒരു ഭാഗത്തായി മുകൾ വശത്ത് ഡേയും ഡേറ്റും ഉൾപ്പെടുത്തുക. ഇവിടെ 2 ഡയറി കുറിപ്പിനുള്ള ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. നമുക്കത് വായിച്ചു നോക്കാം. The principal's words that Martha had to pay $15 for the jacket gave her heartbreaking pain and she became extremely sad. $15 അടയ്ക്കണമെന്ന പ്രിൻസിപ്പലുടെ ആ വാക്കുകൾ മാർത്തക്ക് ഹൃദയഭേദകമായ വേദന നൽകി. അവൾ ആകെ ദുഃഖിതയായി. She wrote her feelings in her diary. അവൾ അവളുടെ ഫീലിങ്സ് തൻ്റെ ഡയറി കുറിപ്പിൽ പ്രകടിപ്പിച്ചു, ഡയറിയിൽ എഴുതി. അത്തരത്തിലുള്ള ഒരു ഡയറി കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്. പ്രിപ്പയർ ദ ലൈക്ലി ഡയറി എൻട്രി. സ്വാഭാവികമായും അവളുടെ നിരാശകളും അവളുടെ വേദനകളും ദുഃഖവും പ്രകടമാക്കുന്ന ഒരു ഡയറി കുറിപ്പ്. നമുക്കിവിടെ ഒരു മോഡൽ ഡയറി കുറിപ്പ് തയ്യാറാക്കിയത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ആദ്യം ഡേ, വെനസ്ഡേ, ഡേറ്റ് 6th April 2022. Oh my God, let the principal's words be wrong. പ്രിൻസിപ്പൽ പറഞ്ഞ വാക്കുകൾ തെറ്റായി ഭവിക്കട്ടെ. Why do they demand $15 for the jacket now? All these years it has been free. Why did they change the policy when it was my turn? All my efforts of 8 years are going to be in vain. My dreams are shattered. I can't simply forget and forsake it. It is not a silly matter of being a valedictorian and delivering a thank you speech.
It is the fruit of my 8 years' hard work and my dream in life. Now, what shall I do to get it? The only hope is Grandpa. If he gives the money, my dream will come true. Otherwise, I don't know what will happen. Oh God, help this poor girl to get my dream jacket. എന്ന രൂപത്തിൽ ആശ്ചര്യ പദങ്ങളും സെൻറ്റൻസുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡയറി കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നു. Now, the second diary. When the principal told Martha that he would tell the school management to give an exception in her case and she would get the jacket free of cost, she could not control her joy. She expressed her joyous feelings through her diary. Write the likely diary. പ്രിൻസിപ്പൽ സ്കൂൾ മാനേജ്മെൻറ്റിനോട് മാർത്തയുടെ കാര്യത്തിൽ ഒരു ഇളവിന് ആവശ്യപ്പെടാമെന്നും അതുവഴി മാർത്തയ്ക്ക് തന്നെ ജാക്കറ്റ് ഫ്രീ ആയി ലഭിക്കുമെന്നും പ്രിൻസിപ്പൽ പറഞ്ഞപ്പോൾ മാർത്തയുടെ ആഹ്ലാദം നിയന്ത്രിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവളുടെ ആഹ്ലാദത്തിൻ്റെ ചിന്തകളെ, വികാരങ്ങളെ അവൾ തൻ്റെ ഡയറി കുറിപ്പിലൂടെ പ്രകടിപ്പിച്ചു. അത്തരത്തിലുള്ള ഒരു ഡയറി എഴുതുക. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ കഥാപാത്രത്തിൻ്റെ അത്യാഹ്ലാദമാണ് പ്രകടമാക്കേണ്ടത്. അതിനനുസൃതമായ വാക്കുകളും പ്രയോഗങ്ങളും സെൻറ്റൻസുകളും ഡയറിയിൽ ഉൾപ്പെടുത്തണം. നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്ന മോഡൽ ഡയറി ഒന്ന് വായിച്ചു നോക്കാം. Wednesday, 6th April 2022. Thank God. I couldn't believe my ears. I am going to get the scholarship jacket free of cost. Now I am the happiest person in the world. Mr. Smith has helped me a lot. He argued for me when the others plotted against me. My grandpa's strong words were an eye-opener for the principal. I thought I would never get my dream jacket when he refused to pay the money. Though my grandpa is an uneducated farmer, he could teach them a great lesson. An award is the recognition of merit, not something to be bought by paying money. Thank God, you have heard my prayers. I should be grateful to my history teacher and my grandpa and to all others who helped me win this award. നെക്സ്റ്റ്, സ്പീച്ച്. ഒരു സ്പീച്ച് എഴുതാൻ ആവശ്യപ്പെടുന്ന ക്വസ്റ്റ്യൻ വിദ്യാർത്ഥികൾ ശരിയാം വിധം വായിച്ച് കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. ഏത് സന്ദർഭത്തിൽ ഏത് പ്രോഗ്രാമിലാണ് സ്പീച്ച് നടക്കുന്നത് എന്ന് മനസ്സിലാക്കി ഓഡിയൻസിനെ ഭാവനയിൽ കാണണം. ഉദാഹരണത്തിന്, ഒരു സ്കൂൾ പ്രോഗ്രാം ആകുമ്പോൾ ഓഡിയൻസ് അധ്യാപകരും വിദ്യാർത്ഥികളുമായിരിക്കും. എന്നാൽ ഒരു പൊതുപരിപാടിയാകുമ്പോൾ പൊതുജനങ്ങളായിരിക്കും ഓഡിയൻസ്. അതിനനുസൃതമാം വിധം സ്പീച്ചിൽ ഓഡിയൻസിനെ അഡ്രസ് ചെയ്യുന്ന വാക്കുകളും സെൻറ്റൻസുകളും ഉൾപ്പെടുത്തണം. സ്പീച്ച് തുടങ്ങുന്നത് ഓഡിയൻസിനെ വിഷ് ചെയ്തുകൊണ്ടായിരിക്കണം. എന്താണ് സ്പീച്ചിൻ്റെ വിഷയമെന്ന് മനസ്സിലാക്കി അതിനോട് യോജിക്കുന്ന പ്രസിദ്ധമായ കൊട്ടേഷനുകൾ, പ്രോവേബുകൾ, ഇതൊക്കെ നമുക്ക് സ്പീച്ചിൽ ഉൾപ്പെടുത്താം. അവസാനം ഓഡിയൻസിന് നന്ദി പറഞ്ഞ് അവരെ വിഷ് ചെയ്തുകൊണ്ടായിരിക്കണം സ്പീച്ച് അവസാനിപ്പിക്കേണ്ടത്. ഇവിടെ ഒരു മോഡൽ സ്പീച്ച് തയ്യാറാക്കിയത് ഒന്ന് വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: മാർത്ത ഡെലിവേഴ്സ് എ താങ്ക് യു സ്പീച്ച് ഇൻ ദി അവാർഡ് സെറിമണി ആഫ്റ്റർ റിസീവിംഗ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. സ്കോളർഷിപ്പ് ജാക്കറ്റ് സ്വീകരിച്ച് ആ അവാർഡ് സ്വീകരിച്ചതിന് ശേഷം അവൾ നൽകുന്ന ഒരു താങ്ക് യു സ്പീച്ച് തയ്യാറാക്കുക. ഇത് ഒരു സ്കൂൾ പ്രോഗ്രാമാണ്. അതുകൊണ്ട് ഓഡിയൻസ് അധ്യാപകരും വിദ്യാർത്ഥികളുമായിരിക്കും. നമുക്ക് ഓഡിയൻസിനെ അഡ്രസ് ചെയ്യുന്ന ആ ഭാഗമൊന്ന് വായിച്ചു നോക്കാം. ഓണറബിൾ പ്രിൻസിപ്പൽ, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, good morning. Where there is a will, there is a way. As the proverb goes, today it has happened to me, and that's why
ഐ ആം സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു. അധ്വാനിച്ചാൽ അതിന് ഫലമുണ്ടാകും. നമുക്കൊരു അഭിലാഷമുണ്ടെങ്കിൽ അതിനൊരു മാർഗവും ഉണ്ടാകും എന്നർത്ഥം വരുന്ന ഒരു പ്രോവേർബ് കൊണ്ടാണ് ഈ പ്രഭാഷണം തുടങ്ങിയിരിക്കുന്നത്. എന്നിട്ട് പിന്നെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് അവസാനം ഈ സ്പീച്ച് അവസാനിപ്പിക്കുന്ന ഭാഗം കൂടെ ശ്രദ്ധിക്കുക. I believe that honors like the scholarship jacket are to inspire students in their studies. Merits should be the only consideration while bestowing such honors, and the deserving candidates should get the recognition of their merit. ഇത്രയുമൊക്കെ പറഞ്ഞ് വിഷയം അവസാനിപ്പിച്ച് പ്രഭാഷണം എൻഡിലേക്ക് എത്തിക്കുന്നു. Let me conclude my words expressing my sincere gratitude to all of you for supporting me to win this prestigious award. Thank you very much. Have a nice day. ഈ രൂപത്തിൽ ഓഡിയൻസിനെ വിഷ് ചെയ്തുകൊണ്ടും അവർക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടുമാണ് സ്പീച്ച് അവസാനിപ്പിക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതൊരു മോഡൽ സ്പീച്ചാക്കിക്കൊണ്ട് ഇതിൻ്റെ തുടക്കവും ഒടുക്കവും പ്രത്യേകം നോട്ട് ചെയ്തുകൊണ്ട് സ്വന്തമായി തന്നെ സ്പീച്ച് എഴുതാനുള്ള വിധം പഠിച്ച് മനസ്സിലാക്കുക. Next, notice. Question. Imagine that you are being the secretary of the English Club of the Texas School, asked to prepare a notice announcing the award ceremony in which Martha will receive the scholarship jacket. The Vice Chancellor of the Texas University is the chief guest. Prepare the likely notice. ടെക്സസ് സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബിൻ്റെ സെക്രട്ടറിയാണ് നിങ്ങളെന്ന് സങ്കല്പിക്കുക. മാർത്തക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് അവാർഡായിട്ട് നൽകുന്ന ഒരു അവാർഡ് സെറിമണി അവിടെ നടക്കുന്നു. ആ അവാർഡ് സെറിമണിയെ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ അതിനെ പരസ്യപ്പെടുത്തുന്ന ഒരു നോട്ടീസ് തയ്യാറാക്കുക. ടെക്സസ് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറാണ് ചീഫ് ഗസ്റ്റ്. ഇതെല്ലാം ഉൾപ്പെടുന്ന രൂപത്തിൽ ഒരു ലൈക്ലി നോട്ടീസ് തയ്യാറാക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഒരു നോട്ടീസ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കാം. ആദ്യം ഏത് സ്കൂൾ അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷൻ നോട്ടീസ് പബ്ലിഷ് ചെയ്യുന്നു എന്ന് നോട്ടീസിൽ ആദ്യം തന്നെ രേഖപ്പെടുത്തുക. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ദ ടെക്സാസ് സ്കൂൾ ടെക്സാസ്. അത് കഴിഞ്ഞ് നോട്ടീസിൻ്റെ ഹെഡിങ്, എന്താണ് പ്രോഗ്രാം എന്ന് ശ്രോതാക്കൾക്ക്, ആളുകൾക്ക്, പബ്ലിക്കിന് പെട്ടെന്ന് മനസ്സിലാകുന്ന രൂപത്തിലായിരിക്കും ഹെഡിങ്. വിഷയം വിളിച്ചോതുന്ന ഹെഡിങ്. ഒന്നുകിൽ ആ പ്രോഗ്രാമിൻ്റെ പേര്, അതല്ലെങ്കിൽ നോട്ടീസ് എന്ന് തന്നെ എഴുതാം. ഇവിടെ ഒരു അവാർഡ് സെറിമണി ആയതുകൊണ്ട് അവാർഡ് സെറിമണി എന്ന് ഹെഡിങ്ങായി ഉപയോഗിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് ഓഡിയൻസിനെ അഡ്രസ് ചെയ്യുന്ന ഫ്രേസ്, എവിടെ നടക്കുന്ന പ്രോഗ്രാം ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സല്യൂട്ടേഷൻ ഫ്രേസ് തയ്യാറാക്കേണ്ടത്. ഇവിടെ ഇതൊരു സ്കൂൾ പ്രോഗ്രാം ആയതുകൊണ്ട് ഓഡിയൻസ് ടീച്ചേഴ്സും സ്റ്റുഡൻസുമാണ്. അതുകൊണ്ട് ഡിയർ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് എന്ന് ഉപയോഗിക്കാം. ഇത് ഒരു പൊതുപരിപാടിയാണെങ്കിൽ പൊതുജനങ്ങളെയാണ് അഡ്രസ് ചെയ്യേണ്ടത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് ഉപയോഗിക്കാം. ഇത്രയും കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ, എന്താണ് പ്രോഗ്രാം എന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നോ രണ്ടോ സെൻറ്റൻസുകൾ ഉപയോഗിക്കുക. The English Club of the Texas School has decided to conduct a grand award ceremony to honor Martha, the valedictorian of this year and the pride of our school. Honorable Vice Chancellor of the Texas University is the chief guest and he will give away the award to Martha. ഈ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു. ശേഷം ഇൻവിറ്റേഷൻ, ആളുകളെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്ന ഭാഗം. All are cordially invited to attend the function and witness the auspicious moments. ഇത്രയും കഴിഞ്ഞ് ഡേറ്റ്, ടൈം, വെന്യൂ. അതിനുശേഷം ഒരു VIP അല്ലെങ്കിൽ ഒരു ചീഫ് ഗസ്റ്റൊക്കെ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് ഈ പ്രോഗ്രാമിന് ഒരു ഒഫീഷ്യൽ, ഒരു ഔദ്യോഗിക സെഷൻ ഉണ്ടായിരിക്കും. ആ ഒഫീഷ്യൽ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ്, പ്രേയർ, സ്കൂൾ ക്വയർ,
welcome speech, President, the English Club, presidential address, the principal, inaugural address, the Vice Chancellor, Texas University, felicitation, the English teacher, vote of thanks, the school leader. ഇങ്ങനെ ഒരു ഒഫീഷ്യൽ പ്രോഗ്രാമിൻ്റെ ഷോർട്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തുക. അത് കഴിഞ്ഞ് പ്ലേസ് ആൻഡ് ഡേറ്റ് ഓഫ് ദി നോട്ടീസ്, ടെക്സസ് എന്ന സ്ഥലത്ത് 6 ഏപ്രിൽ 2022 ഈ ഡേറ്റിലാണ് നോട്ടീസ് ഇറങ്ങുന്നത്. പ്രോഗ്രാം നടക്കുന്നത് 16 ഏപ്രിലാണ്, അപ്പോൾ 10 ദിവസം മുന്നേ. ദെൻ അതോറിറ്റി ഓഫ് ദി നോട്ടീസ്, ആരാണ് നോട്ടീസ് ഇറക്കുന്നത്? സെക്രട്ടറി, ദി ഇംഗ്ലീഷ് ക്ലബ്. ഈ രൂപത്തിലാണ് ഒരു നോട്ടീസ്. നെക്സ്റ്റ്, റിവ്യൂ. ക്വസ്റ്റ്യൻ: The story, The Scholarship Jacket teaches us the importance of truth and justice. Prepare a review of the story. സത്യത്തിൻ്റെയും നീതിയുടെയും പ്രാധാന്യത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കഥയാണ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. ഈ കഥയുടെ ഒരു റിവ്യൂ തയ്യാറാക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടത്, ഏതൊരു കഥയുടെയും റിവ്യൂ തയ്യാറാക്കുമ്പോൾ ആദ്യം കഥയും അതിൻ്റെ റൈറ്ററും ആ റിവ്യൂ പാരഗ്രാഫിൽ ഉണ്ടായിരിക്കണം. അവരെക്കുറിച്ച് ആദ്യം പറയുക. ശേഷം മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും അതോടൊപ്പം തന്നെ കഥയിലെ മറ്റ് പ്രതിപാദ്യ പ്രധാനപ്പെട്ട വിഷയങ്ങളും വളരെ ചുരുങ്ങിയ വാചകങ്ങളിൽ റിവ്യൂ പാസേജിൽ ഉൾപ്പെടുത്തുക. കഥയുടെ ഒരു ചുരുക്ക രൂപം റിവ്യൂവിൽ ഉൾപ്പെടുത്തുക. ശേഷം എന്ത് പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഹൈലൈറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഉദാഹരണത്തിന് ഇവിടെ ദി ഇമ്പോർട്ടൻസ് ഓഫ് ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ്, ഇതാണ് പ്രധാന പോയിൻ്റായിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അത്തരമൊരു സന്ദർഭം ഈ കഥയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രാധാന്യത്തോടു കൂടി വിശദീകരിക്കുക. ഒരുപക്ഷെ സത്യവും നീതിയും ഇല്ലാത്തതായിരിക്കും ഹൈലൈറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സത്യത്തിൻ്റെയും നീതിയുടെയും സാന്നിധ്യത്തെക്കുറിച്ചായിരിക്കും പറയേണ്ടത്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. ഈ കഥയിൽ സത്യവും നീതിയും ആദ്യം ഇല്ലാതാവുകയും പിന്നീടത് പുലരുകയും ചെയ്യുന്നു. ആ സന്ദർഭത്തെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് റിവ്യൂ തയ്യാറാക്കുക. ഇതിൻ്റെ അവസാന ഭാഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, റിവ്യൂ പാസേജിന് റിവ്യൂ എഴുതുമ്പോൾ അതിന് അനുയോജ്യമായ ഒരു ടൈറ്റിൽ നൽകുക. ഏറ്റവും എളുപ്പത്തിൽ നൽകാൻ സാധിക്കുന്നത് ഏതാണോ കഥ, ആ കഥയുടെ ടൈറ്റിൽ നൽകി അതോടൊപ്പം എ റിവ്യൂ എന്ന് ചേർത്താൽ മതി. ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്, എ റിവ്യൂ എന്ന രൂപത്തിൽ. ഇതിൻ്റെ ഓപ്പണിംഗ് സെൻറ്റൻസ് ഇങ്ങനെയാണ്: ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഈസ് എ സ്റ്റോറി by Martha Salinas, written as a testimony of a childhood experience. സ്വന്തം കുട്ടിക്കാലത്തെ ഒരു അനുഭവ സാക്ഷ്യം എന്ന രൂപത്തിൽ മാർത്ത സാലിനാസ് എഴുതിയ ഒരു കഥയാണ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. എന്നിട്ട് അതിലെ സംഭവ വികാസങ്ങളെയും കഥാപാത്രങ്ങളെയും വിശദീകരിക്കുന്നു. അവസാന ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. Although the main character in the story is Martha, the gentle and elderly farmer, Martha's grandpa, becomes a hero in the minds of the readers. പ്രധാന കഥാപാത്രം മാർത്തയാണെങ്കിലും മാർത്തയുടെ ഗ്രാൻഡ്പ, പ്രായം ചെന്ന വളരെ ജെന്റിലായിട്ടുള്ള ഒരു കർഷകൻ, അദ്ദേഹമാണ് വായനക്കാരുടെ മനസ്സിൽ ഹീറോയായിട്ട് മാറപ്പെടുന്നത്. Through this story, the author Martha Salinas teaches the world a great lesson, that those with an honest outlook on life, sense of justice and a determined mind can fight and win against all injustice. ഈ കഥയിലൂടെ രചയിതാവ് മാർത്ത സാലിനാസ് ലോകത്തെ മഹത്തായ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. സത്യസന്ധമായ ഒരു ജീവിത കാഴ്ചപ്പാടും നീതിബോധവും ഉറച്ച മനസ്സുമുള്ള ഏതൊരു വ്യക്തിക്കും അനീതിക്കെതിരെ പോരാടി വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ കഥയിലൂടെ മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇതാണ് ഒരു റിവ്യൂവിൻ്റെ രൂപം. ഈ വീഡിയോയിൽ ഇതുവരെ നാം വിശദീകരിച്ച വ്യത്യസ്തമായ ഡിസ്കോഴ്സുകളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് വ്യക്തമായി മനസ്സിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക ഡിസ്കോഴ്സ്, അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ഫോമാറ്റ് ഇനിയും കൂടുതലായിട്ട് അറിയണമെന്നുള്ള വിദ്യാർത്ഥികൾ
ഇംഗ്ലീഷ് എഡ്യൂ സ്പോട്ട് എഡ്യൂ വീഡിയോ യൂട്യൂബ് ചാനൽ സന്ദർശിച്ച് അതിലെ പ്ലേലിസ്റ്റ് ഡിസ്കോഴ്സസ് എന്ന പ്ലേലിസ്റ്റ് പരിശോധിച്ച് ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ് അറിയേണ്ടത് എന്നുള്ളത് തിരഞ്ഞെടുത്ത് വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂ സ്പോട്ട് എഡ്യൂ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.